വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നതൊരു ചോക്ലേറ്റ് കപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഐസ്ക്രീം ബൗളിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു പ്ലേറ്റിലൊക്കെ ആയിരിക്കും കൊടുക്കുക, അത് വിരുന്നുകാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഴിക്കാനായിട്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്നത് വെറും 2 ചേരുവകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഒരു ഷീറ്റെന്നോ അല്ലെങ്കിൽ ഒരു കപ്പിൻ്റെ ഒരു മോൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഇവിടെ കപ്പ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമായിരുന്നു. നമ്മൾ കേക്കൊക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അവർ ഇതിനകത്താണ് കപ്പ് കേക്ക് തരിക. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ കളയാതെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എന്തെങ്കിലും ഒരു കാലത്ത് ആവശ്യം വരുന്ന ഓർത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഇവിടെ ഒരു മോൾഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് കപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത്, നമുക്കിതിന് ആവശ്യമുള്ളത് അത്രയും ഓരോ കപ്പുകൾ, അതായത് ഓരോ കപ്പായിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ഇപ്പം നമ്മൾ ഓരോ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന തരത്തിലൊക്കെയുള്ള കുഞ്ഞു മോൾഡുകൾ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ എന്തെങ്കിലും മേടിച്ചതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാം. അപ്പം ഞാൻ ഈ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു കപ്പ് ഞാൻ ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ടൊന്നും അതിൻ്റെ മേൽഭാഗമൊന്നും കിട്ടുന്നില്ല. കാരണം നമ്മൾ ഒരു പല കൂട്ടത്തിൽ നിന്ന് ഒന്ന് മുറിച്ചെടുക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ടൊരു കപ്പിൻ്റെ പോലെ ഒന്നും കിട്ടത്തൊന്നുമില്ല. എങ്കിലും മാക്സിമം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെട്ടിയെടുക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയും കപ്പുകളൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 4 എണ്ണം വെട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അങ്ങ് വെട്ടി എടുത്ത് മാറ്റി വയ്ക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിപ്പോൾ ചിലപ്പം ഐസ്ക്രീമൊക്കെ മേടിക്കുന്ന മോൾഡാണെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ ചെറിയൊരു വെട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഒരു ചോക്ലേറ്റ് ഒഴിച്ചിട്ടാണ് എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് ഉറപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ആ ഒരു ചോക്ലേറ്റ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു സൈഡിൽ ചെറിയൊരു വെട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെട്ടൊന്ന് പിടിച്ച് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കവറൊന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ കപ്പുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിനകത്ത് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചോക്ലേറ്റ് എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് മാത്രം എടുത്തു. ഇത് ഓരോന്നും 100 ഗ്രാം വെച്ചിട്ടാണ്, അതായത് 300 ഗ്രാമുള്ള ചോക്ലേറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സെമി ചോക്ലേറ്റ് എടുക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് ചോക്ലേറ്റും നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ഏത് ചോക്ലേറ്റും, ഡയറി മിൽക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മേടിച്ചെടുത്തിട്ടുള്ള ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മുറിച്ച് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ ഈ ഒരു മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് ചെറിയ ചെറിയ പീസുകളാക്കി, ഇതിപ്പോൾ ഒരു ബാറായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു കട്ടകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മുറിച്ച് നമുക്ക് ഓരോന്നായിട്ട് മുറിച്ചിടണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡബിൾ ബോയിലർ എന്നുള്ള ഒരു മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അതായത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ മേലെ ഈ ഒരു പാത്രം കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ആവി കൊണ്ട്, ചൂട് കൊണ്ട് ഇതിനകത്തുള്ള ആ ചോക്ലേറ്റ് ഒക്കെ ഉരുകി വരും. അതാണ് ഡബിൾ ബോയിലിംഗ് ബോയിലർ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടാണെങ്കിലും 1 മിനിറ്റോളം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ, 1 മിനിറ്റ് വേണ്ട, ഒരു 40 സെക്കൻഡൊക്കെ മതിയാവും. അതിനകത്ത് തന്നെ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് കിട്ടും. അപ്പം മൈക്രോവേവ് ഇല്ലാത്ത വീടുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ അങ്ങ് ഈ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം ഈ ചോക്ലേറ്റുകളൊക്കെ എത്രയും ചെറുതാക്കി നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കുക. ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് ചെറുതാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഓരോ കട്ടകളായിട്ട് ഇടുന്നെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ ഇവിടെ റെഡിയാണ്. നന്നായിട്ട് തന്നെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതേസമയം ഞാൻ അടുപ്പത്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്.
ആ ഒരു പാത്രത്തിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബൗള്, അതായത് ഞാനിവിടെ ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം, സ്റ്റീൽ പാത്രം ആണെങ്കിലും അതും എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് തന്നെ ഇനി ഈ വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ ഉരുകാൻ തുടങ്ങും. അപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഉരുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം വലുതായതുകൊണ്ട് എനിക്ക് ഒഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്. ഇതിനകത്തോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഞാൻ ഒരു ചൂടോടെ കൂടെ തന്നെ ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആകുമ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചൊഴിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ആ മോൾഡിലോട്ട് അല്ലെങ്കിൽ ഓരോ പ്ലാസ്റ്റിക് കപ്പിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോക്ലേറ്റ് ഒഴിക്കുക. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കാം. അത് ഇച്ചിരി സമയം എടുക്കും. ഞാനപ്പോൾ അതല്ല ചെയ്യുന്നത്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലായിടത്തും നമ്മൾ സാധാരണ ഒരു പെയിൻ്റൊക്കെ തേച്ചൊക്കെ ചുമരൊക്കെ അടിക്കത്തില്ലേ, അതേപോലെ തന്നെ ഞാൻ എല്ലായിടത്തും ആകത്തക്ക രീതിയിലൊന്ന് ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എല്ലായിടത്തും പുരട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിൽ ഇച്ചിരി കട്ടിയിലൊക്കെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സൈഡും ഇതുപോലെ തന്നെ ഒക്കെ ഒന്ന് ആക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ് ബേസ് ആയിട്ടുള്ള സംഭവം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ സിറാമിക് പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് സിറാമിക് പാത്രമുണ്ട്. അപ്പോൾ അതിനകത്തും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് തേച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ഇവിടെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന പാത്രങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ആ ഒരു പാത്രത്തിൽ നിന്ന് ഊരി എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കപ്പുകളൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മൾ പലഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പുകൾ എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണിൽ പെടാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പം ഇതുപോലെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതല്ല, ഈ പറഞ്ഞ പോലെ മോൾഡുകളൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള. അതായത് ഇപ്പോൾ കുൽഫി ഉണ്ടാക്കാനുള്ള മോൾഡൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പറഞ്ഞ് വരുമ്പോഴാണ് ഇത് വലിയൊരു സംഭവമൊക്കെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ്. ചോക്ലേറ്റ് എടുക്കുക, അത് ഉരുക്കുക, അതിനുശേഷം ഈ ഒരു പാത്രത്തിലൊന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ ഒരു 5 മിനിറ്റിനകത്ത് ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. ഫ്രിഡ്ജിനകത്തൊക്കെ ആകുമ്പോൾ പതുക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോഴും ഫ്രീസറിലാണ് വെക്കാറ്. അപ്പോൾ 5 മിനിറ്റ് മതി. അതിനുശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഇപ്പോൾ ചൂടുള്ളതും ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ഇതിനകത്ത് ഇട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല തണുത്ത പുഡിംഗ് ഒക്കെ സെർവ് ചെയ്യാം. എപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം, അവർക്കും സന്തോഷം. അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും നിങ്ങളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കില്ല ഇതുപോലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തുന്ന. കാരണം ഇതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ശരി, ഞാനെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ വരാം. അപ്പം ഞാൻ ഇത്രയും പാത്രങ്ങളിലൊക്കെ തേച്ച് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഞാൻ ഫ്രീസറിനകത്താണ് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ചിലതിന് എൻ്റെ മക്കളാണ് ഇത് കട്ട് ചെയ്തൊക്കെ തന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വെട്ടിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അത്തരം വെട്ടിടാൻ മറന്നു പോയത് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു അതെടുക്കാനായിട്ട്. കാരണം നമ്മളിങ്ങനെ അത് അകത്തി വരുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് പൊടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെട്ടിടുവാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ ചെറുതായിട്ട് ഞാൻ ഇതിങ്ങനെ അകത്തി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ചെറിയ കഷ്ണം പൊട്ടിപ്പോയായിരുന്നു. പക്ഷെ പൊട്ടിയെന്ന് ഓർത്ത് ആരും മാറ്റാണ്ട് ചെയ്യാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. നമുക്ക് നല്ലതായിട്ട് തന്നെ അത് പൊട്ടിയതും കാണാനും ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു സൈഡിൽ ഞാൻ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് വിടിവിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന നേരത്ത് മാത്രം ഇത് ഫ്രീസറിനകത്തുനിന്ന് എടുത്ത് മാറ്റുക. അപ്പം ഞാൻ ബാക്കിയുള്ള കപ്പുകളും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ കുറച്ച് ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒക്കെ വിടിപ്പിച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, പുഡിംഗ് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിന്നിവിടെ രണ്ടാമത്തെ ചേരുവക എന്ന് പറഞ്ഞത് ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതോ വീട്ടിലുണ്ടാക്കിയതൊക്കെ ആവാം. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീമാണിത്. അപ്പം ഇതാണ് ഞാനിന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ സെർവ് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഭയങ്കര വെയിലൊക്കെയാണ്. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഐസ്ക്രീം ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അവർക്ക് ഈ ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിനകത്ത് കപ്പിനകത്ത് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഈ കാണുന്നതൊക്കെ അല്പം സ്വല്പമൊക്കെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതും ഒരു രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കറക്റ്റായിട്ട് ഒരു മോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ഒരു എന്താ പറയുക, നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ളൊരു കപ്പ് എടുത്തത് കൊണ്ടാണ് ഒട്ടും അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ വന്നിരിക്കുന്നത്. പക്ഷെ എങ്കിലും കാണാൻ രസമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു പുതിനയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കപ്പ് കേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വിരുന്നുകാർക്കൊക്കെ വരുമ്പോൾ കൊടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞുങ്ങളുടെ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. സ്പൂണും കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ചോക്ലേറ്റും പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ അതൊരു ചിലപ്പോൾ ഇത് മിക്കവരും ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഇതുവരെ ഇപ്പം അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. ഇതിനു വേണ്ടി വലിയ സംഭവങ്ങളൊന്നും വേണ്ട. ഇതുപോലെയൊക്കെയാണ് നമ്മളൊരു റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മുടെ അടുത്ത് എക്സ്ട്രാ പൈസയൊക്കെ മേടിക്കുന്നത്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ വെറും ഒരു സാധാരണ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഐസ്ക്രീമൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ചോക്ലേറ്റൊക്കെ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കി നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഈസിയും വളരെ സിമ്പിളാണ്. ഞാൻ ഈ പറയുന്ന കഥയായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. ഇത്ര പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.